അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അതിനകത്ത് പറയുന്നത്. ചക്കേനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാങ്ങേനെ കുറിച്ച് അവൻ ചോദിക്കുകയും തേങ്ങനെ കുറിച്ച് രേണുസുതി ഉത്തരം പറയുക എന്ന രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതിലെന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുലിനോട് ചോദിക്കാം. രാജ് ടോക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ് ടോക്കിനോട് ചോദിക്കാം. ഇപ്പോൾ രാജ് ടോക്ക് ചെയ്ത വീഡിയോ കുറിച്ചും അതുൽ ചെയ്ത വീഡിയോനെ കുറിച്ചും ഗോൾഡൻ ഡയറി വിവിധയോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗോൾഡൻ ഡയറി എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ എൻ്റെ പ്രേക്ഷകരുടെ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. ആക്ടിങ്ങും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രേണു വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ മുഴുവനും കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും വല്ലത് കുത്തിയൊന്നും ഫുള്ള് കണ്ടിട്ടില്ല. രേണുവിന് ഒരു പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടമായിരിക്കും. അവിടുത്തെ സൈസ് എത്രയാണ്, ഇവിടുത്തെ സൈസ് എത്രയാണ്, ലെസ്ബിയൻ ആണോ, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ രേണുവിന് അതിന് ഉത്തരം പറയാനൊക്കെ ഇഷ്ടമായിരിക്കും. വീഡിയോയ്ക്ക് അണ്ടറിലിടുന്ന ഓരോ കമൻറ്റുകളും ഞാൻ കാണുന്നത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഡയറക്റ്റ് അനുവിനോട് ചോദിച്ചു, അനു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാ എന്താണ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അനുമോളെക്കുറിച്ച് രേണുസുതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ, ഈ ചാനലിൽ ഗോൾഡൻ ഡയറി എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ വന്ന വോയിസിനെ കുറിച്ചിട്ടാണ് മീഡിയക്കാരൻ ചോദിക്കുന്നതും രേണുസുതി മറുപടി പറയുന്നതും. എന്നാൽ ചോദിക്കുന്നവന് ഇച്ചിരി ബോധമുണ്ടോയെന്നോ ഞാൻ ആലോചിക്കുന്നത്. ഇവൻ കറക്റ്റായിട്ട് കേട്ടിട്ടാണോ രേണുവിനോട് ചോദിക്കുന്നത്? അല്ല. അതിനുള്ള മറുപടിയാണോ രേണു പറയുന്നത്? അല്ല. ചക്കേനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാങ്ങേനെ കുറിച്ച് അവൻ ചോദിക്കുകയും തേങ്ങനെ കുറിച്ച് രേണുസുതി ഉത്തരം പറയുക എന്ന രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഞാൻ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത് കരുതിയതാണ്. പക്ഷേ എന്നെ രാവിലെ തന്നെ ക്രിസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇല്ലേ, ദിവ്യ ശ്രീധറിൻ്റെ ഹസ്ബൻഡ് രാവിലെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടി എന്നെ ഭയങ്കര ഉപദേശമായിരുന്നു. രണ്ടാളുടെയും ഉപദേശ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പോയി. എനിക്ക് ഇവരോടൊന്നല്ല ആരോടാണെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, പറയാം, എന്നെ ഉപദേശിക്കാം. അതുൽ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുലിനോട് ചോദിക്കാം. രാജ് ടോക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ് ടോക്കിനോട് ചോദിക്കാം. ഇപ്പോൾ രാജ് ടോക്ക് ചെയ്ത വീഡിയോ കുറിച്ചും അതുൽ ചെയ്ത വീഡിയോനെ കുറിച്ചും ഗോൾഡൻ ഡയറി വിവിധയോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്നെ ഇനി രാവിലെ തന്നെ വിളിച്ച് ഉപദേശിക്കാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉപദേശിച്ചോളൂ. ഞാൻ നന്നാവുമെങ്കിൽ നന്നാവട്ടെ. പക്ഷേ എൻ്റെ ചാനലിലുള്ള വീഡിയോനെ കുറിച്ച് മാത്രം എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. രേണുസുതി കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മളൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനും അനുമോളും തമ്മിലൊരു കോൺവെർസേഷൻ. അത് അനുമോളുടെ അനുഭവത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ ഒരു ആ ഒരു കോൺവെർസേഷൻ പുറത്ത് വിട്ടത്. ഞാൻ എവിടെ പോകുമ്പോണ്ടല്ലോ എന്നോട് കുറേ പേര് ചോദിക്കും അനുമോളെക്കുറിച്ച്, എന്താണ് രേണുസുതി എവിടെ പോയാലും അനുമോളെക്കുറിച്ച് ചോദിക്കുന്നത്, അനുമോളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യം പലതരത്തിലാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ കയറി സ്ഥാപിക്കുന്നത്. പലതരത്തിലാണ് ഇത് സ്ഥാപിക്കാനായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അനുവിനോട് ചോദിച്ചു, അനു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാ, എന്താണ് സംഭവം, എന്താണ് എന്ന് ഞാൻ അനുവിനോട് ചോദിച്ചു. അപ്പോൾ അനുവിൻ്റെ മറുപടിയാണ് ഞാൻ വീഡിയോയിലൂടെ പുറത്തുവിട്ടത്. ഇതിൽ എവിടെയാണ് അനുവിനോട് രേണുസുതിക്ക് അസൂയാണെന്ന് അനു പറയുന്നത്? ഇല്ലാത്ത കാര്യം എന്തിനാണ് എൻ്റെ മീഡിയ ചേട്ടാ രേണുവിനോട് ചോദിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ട് തേങ്ങിനെ കുറിച്ചുള്ള ആൻസർ വാങ്ങിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അനു, നീ ഫ്രീ ആണല്ലോ അല്ലേടാ? അതെ, രേണുസുതിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നോ? ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നാണേ. അതിനകത്ത് അനു രേണുവും തമ്മിൽ എന്താ പ്രശ്നമെന്ന് ഒരു വീഡിയോ ചോദിക്കുന്നുണ്ട്. അതിന് രേണു കൊടുത്ത മറുപടി കേട്ടായിരുന്നോ? നീയും രേണുവും തമ്മിൽ എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ രേണു കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, ബിന്നിയും അനുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് അനു ബിന്നിയുടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അനു ഒന്നിനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നീ കണ്ടായിരുന്നോ വീഡിയോ? പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന്, ആ കാര്യം അതവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാന്ന്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവരുടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്.
ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോണ്ടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും ഞാൻ പല ഇതും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ. രേണു എന്ത് മീഡിയക്കാർ ചോദിച്ചാലും അനുമോളെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിടും. ഇതെന്താ അസൂയ, കുശുമ്പ്, അങ്ങനെയുള്ള കുറച്ച് ഇമോഷൻസ് ഉണ്ടല്ലോ മനുഷ്യർക്ക്. അത് രേണുവിന് അതിന് കടന്നോ അനുമോളോടുള്ളത്? അനുമോളോടുള്ള അസൂയ, കുശുമ്പ് എന്ന് പറയുന്ന പല പല വികാരങ്ങളും രേണുവിന് അതിന് കടന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേട്ട് നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ എൻ്റെ വീഡിയോയിൽ എൻ്റെ അഭിപ്രായത്തോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് അത് അനുമോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉൾട്ടടിച്ചിട്ട് രേണുവിനോട് ചോദിക്കുന്നത്? എനിക്ക് ഈ മീഡിയക്കാരനോട് ചോദിക്കാനുള്ളത്. രേണു ഇത് പറയുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. രേണു കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം, എന്നിട്ട് മറുപടി പറയാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അനുമോളുടെ മെക്കിട്ടൊക്കെ കയറുന്ന രീതിയിലുള്ള മറുപടികളാണ് നിങ്ങൾ ഓരോ ചാനലിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്. അനുമോള് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അസൂയാണെന്നോ മറ്റൊരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. പിന്നെ നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ആ വീഡിയോയുടെ അണ്ടറിൽ വന്നിരിക്കുന്ന ഓരോ കമൻറ്റുകളും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഓരോ ലൈക്കുകളും നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ അഭിപ്രായത്തോട് സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന തരത്തിൽ, അതായത് അപ്പോൾ ഓരോ പ്രേക്ഷകർക്കും ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. എന്ത് വന്നാലും അനുമോള് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ പിന്നാലെ നടക്കുന്ന രേണുവിൻ്റെ ഈ ഒരു പ്രവണത എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആ കമൻറ്റ് ബോക്സുകൾ പറയുന്നത്. നിങ്ങളതൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ രേണുവിനെ കമൻ്റ് ഇടുന്നവരെ കമൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളയാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോയ്ക്ക് അണ്ടറിലിടുന്ന ഓരോ കമൻറ്റുകളും ഞാൻ കാണുന്നത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവരത് ഉപയോഗിക്കുന്നു. അവർക്ക് തോന്നിയ അഭിപ്രായം അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുന്നു. ഞാൻ അതേ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഓരോ കമൻറ്റുകളും കാണുന്നത്. അത് പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് മാത്രമേ ഞാൻ ഓരോ കമന്റുകളെയും കാണുന്നുള്ളൂ. അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ് ചോദിക്കുന്നത് അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അതിനകത്ത് പറയുന്നത്. അനുമോളുടെ വളർച്ചയിൽ ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്? അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേട്ടന്റെ ഒരു സഹപ്രവർത്തകയാണ് അല്ലേ? അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ. വോയിസ് ക്ലിപ്പില് അനുമോളുടെ വളർച്ചയ്ക്ക് അസൂയാണെന്നാണോ എന്റെ മീഡിയ ചേട്ടാ അതിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കൂ. അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷൻ ചേട്ടനും എന്നെ അറിയാമെന്നാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകൻ, അവരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. അതിന് അനുമോളുടെ വളർച്ച അന്ന് തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ അനുമോൾ വളരുന്നത്. എന്ത് അസൂയ? എനിക്കൊരു അസൂയയില്ല. അവര് വിന്നറായത് അവരുടെ കഴിവ് കൊണ്ടാണ് വിന്നറായത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു എന്താ പറയാ കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇപ്പം വളർന്നു വരുന്ന ഒരു ചെറിയൊരു രീതിയിൽ അനുമോളൊക്കെ എത്രയോ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു അനുമോളുടെ വളർച്ചയിൽ എനിക്കൊരു അസൂയയില്ല. അനുമോളുടെ എന്നല്ല, ഒരു സെലിബ്രിറ്റികളും വളരുന്നതിന് എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് സന്തോഷം മാത്രമല്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. അതെന്റെ ഒരു ഇതാണ്. ഈ മെഴുകുന്ന ക്ലിപ്പ് കാണുമ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞ് ചോദിപ്പിക്കുന്ന പോലെയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ചോദിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറയുമ്പോൾ പറയും ഞാൻ ഒരാളുടെ വീഡിയോ കാണാറില്ല, ഞാനൊന്നും കാണാറില്ല, ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കാണാറില്ല എന്ന്. പക്ഷേ ഈ വീഡിയോ വ്യക്തമായിട്ട് രേണു കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ആ മെഴുകലും ആ എക്സ്പ്രഷനും ഇപ്പൊ ആൽബത്തിൽ അഭിനയിക്കുന്ന പോലെയുള്ള ആ ചിരിയും ആ ഓരോ ആക്ഷനും ആക്ടിങ്ങും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. രേണു വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ മുഴുവനും കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും വല്ലതും കുത്തിയൊന്നും ഫുള്ള് കണ്ടിട്ടില്ല എന്ന്. രേണു മുഴുവനും കുത്തിയിരുന്ന് കണ്ടിട്ടാണ് അതിനുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. ആൽബത്തിലുള്ള അതേ ആക്ടിങ്ങും ആ കള്ളച്ചിരിയും വാബത്തിയുള്ള കള്ളച്ചിരിയൊക്കെ കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഫുള്ള് കണ്ടിട്ടാണെന്ന്. എന്തിനാ വെറുതെ കിടന്നും മെഴുകുന്നത്? നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസില് ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുമോൾ ഉണ്ടായിരുന്നു.
എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ ആണ് നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ ബിന്നിനെ കുറിച്ച് എവിടെയാണ് സംസാരിച്ചിരിക്കുന്നത്? എവിടെയെങ്കിലും ബിന്നിനെ കുറിച്ച് സംസാരിച്ചോ? അനുമോളുമായിട്ട് സ്വരച്ചേർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ മീഡിയയിലിരിക്കുന്ന ആ ബ്രോ ചോദിക്കുന്നത്. അതിന് രേണു എന്തിനാണ് ബിന്നി എന്ന് പറയുന്ന ടോപ്പിക് അവിടെ കൊണ്ടുവരുന്നത്? ബിന്നിയുടെ ടോപ്പിക് അവിടെ പറയേണ്ട ആവശ്യമില്ല. രേണു അവിടെ അനുമോള് ബിഗ് ബോസിലുള്ള ആരുമായിട്ടും അത്ര വലിയ സ്വരച്ചേർച്ചയിലല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് രേണുവിടെ ശ്രമിക്കുന്നുണ്ട്. അനുമോൾക്ക് എല്ലാവരുമായിട്ടും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെഴുകല് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം രേണു അവിടെ മറുപടി കൊടുക്കുന്നത്. രേണു പറയുന്നുണ്ട് ഇങ്ങനെ മൂക്ക് പിടിക്കണോ, ഇങ്ങനെ മൂക്ക് പിടിക്കണോ, അത് രേണുവിൻ്റെ ഇഷ്ടം. പക്ഷെ എൻ്റെ ചാനലിൽ ഒരു ന്യൂസ് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, സത്യമായിട്ടുള്ള മറുപടികൾ പറയുക. ഇല്ലാത്ത കാര്യം ഉണ്ടെന്നുണ്ടാക്കി പറയരുത്. അസൂയ എന്ന് പറയുന്ന ഒരു ഇമോഷൻസ് മനുഷ്യനുള്ളതാണ്. അത് രേണുവിന് അനുമോളോട് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, എന്നുള്ള ഒരു സംശയം ഞാനും പ്രേക്ഷകരുമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ അനുമോൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരെവിടെ നിന്ന് കേട്ടിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, എവിടെ നിന്ന് കേട്ടിട്ടാണ് ഈ മറുപടി പറയുന്നത്? ഇതിൽ നിങ്ങൾ ഓരോരോ വോയിസ് ശ്രദ്ധിച്ചാൽ അറിയാം ഈ വോയിസ് ആരുടെയാണ് എന്താണെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. കാരണം രേണു മാഡം ഇത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ കാണാറില്ലെന്നും ലെങ്തി ആയിട്ടുള്ള വീഡിയോന് മറുപടി കൊടുക്കാൻ പറ്റില്ലെന്നാണ് രേണു പറയുന്നത്. രേണു അങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ടാണല്ലോ ഇടുന്നത്. അപ്പം ഞാനും കരുതി ഈ ചെറിയ ചെറിയ വീഡിയോ ഇട്ട് ഇടാം. ഈ വീഡിയോയുടെ പിന്നിലുള്ള അണിയറ രഹസ്യങ്ങൾ അത് അടുത്ത വീഡിയോ ഇട്ട് പറയാം. ഇപ്പോഴും രേണു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല, രേണുവിന് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുക. അല്ലാതെ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അന്തവും കുന്തവും ഇല്ലാതെ എല്ലാം മറുപടി കൊടുക്കണ്ടേ? എൻ്റെ ചാനലിൽ എൻ്റെ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ ഞാനുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിന് ആൻസർ കൊടുക്കണം എന്നുള്ളത് എൻ്റെ കടമയാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അവരുടെ ഡൗട്ടുകൾ അവർ ഓരോ കമൻറ്റുകളായിട്ടും മെസ്സേജായിട്ടും എന്നോട് ചോദിക്കുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുക. ഞാൻ ചെയ്യാറുണ്ട്, ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യും. അതാണ് ഞാൻ ഡയറക്റ്റായിട്ട് എന്താണ് എന്നുള്ളത് അനുമോളോട് വ്യക്തമായി ചോദിച്ചിട്ട് അതിൻ്റെ വോയിസാണ് ഞാൻ ഇട്ടത്. അപ്പോൾ വോയിസ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ രേണു പറയുന്നത് കേട്ടിട്ടില്ല എന്ന് പറയുന്നു, കേട്ടിട്ടില്ലെങ്കിൽ അത് കേട്ടിട്ട് മറുപടി പറയാം. അല്ലാതെ അന്തവും കുന്തവും ഇല്ലാതെ ഒരു ക്വസ്റ്റ്യനെയർ റെഡിയാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു മോനെ എന്നോട് ചോദിക്കുകയും ഞാൻ ആൻസർ പറയാം. രേണുവിന് പറയാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കാതിരിക്കാം. രേണുവിന് ഒരു പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടമായിരിക്കും. അവിടുത്തെ സൈസ് എത്രയാണ്, ഇവിടുത്തെ സൈസ് എത്രയാണ്, ലെസ്ബിയൻ ആണോ, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ രേണുവിന് അതിന് ഉത്തരം പറയാനൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ എൻ്റെ ചാനലിലൂടെ എൻ്റെ വോയിസും അനുമോളുടെ വോയിസും കൂടി വന്നിരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള കൺവെർസേഷൻ്റെ വോയിസ് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായി പറയണം. ഗോൾഡൻ ഡയറി എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ എൻ്റെ പ്രേക്ഷകരുടെ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിന് വളരെ വ്യക്തതയോട് കൂടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അല്ലാതെ ഇല്ലാത്ത കാര്യം, ഞാൻ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ അനുമോള് പറയാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞ് ചോദിച്ച് അധികം മെഴുകാൻ നിൽക്കരുത്. പിന്നെ രേണുവിൻ്റെ വേറൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതിനുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അത് കുറച്ച് പറയാനുണ്ട്. അതിപ്പോൾ ലെങ്തി ആകുമ്പോൾ രേണു മാഡത്തിന് ഇരുന്ന് ബിസിയുള്ള ആളല്ലേ, ഫുള്ള് കാണില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. രേണു ഇപ്പോഴും അതിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല. രേണു എന്ത് മറുപടി പറയണം എന്നുള്ളത് രേണുവിൻ്റെ ഇഷ്ടമാണ് എന്ന് കരുതി ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും